അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ് പഴുപ്പ് പുറത്തേക്ക് വന്നിരുന്ന ആനയെ മയക്കുവെടിവെക്കാനുള്ള ഇന്നത്തെ ശ്രമം അവസാനിപ്പിച്ചു. രാത്രിയിലും നിരീക്ഷണം തുടരും. ആനയെ കണ്ടെത്തിയാൽ നാളെ മയക്കുവെടിവെക്കാനാണ് തീരുമാനം. അതിരപ്പള്ളി വെറ്റിലപ്പാറ 14-ൽ നിന്നിരുന്ന ആനയെ പടക്കം പൊട്ടിച്ച സമീപത്തെ റബ്ബർ തോട്ടത്തിലെത്തിച്ച മയക്കുവെടി വെക്കാനായിരുന്നു ദൌത്യ സംഘത്തിന്റെ പദ്ധതി. എന്നാൽ പടക്കം പൊട്ടിച്ചതോടെ ആന ഓടി വനത്തിൽ കയറുകയായിരുന്നു. ആനയെ കണ്ടെത്താൻ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ഫലം കണ്ടില്ല. ഇതോടെയാണ് ബുധനാഴ്ചയിലെ ദൌത്യം അവസാനിപ്പിച്ചത്. രാത്രിയും നിരീക്ഷണം തുടരും. ആനയെ കണ്ടെത്തിയാൽ നാളെ മയക്കുവെടി വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്ലാന്റേഷൻ റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും പ്രദേശത്തെ ജനത്തിരക്ക് കുറയ്ക്കാൻ നിർദ്ദേശമുയർന്നിട്ടുണ്ടെന്നും വാഴച്ചാൽ DFO R ലക്ഷ്മി പറഞ്ഞു. അതിനെ ട്രേസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിച്ച് നോക്കി, പക്ഷേ വേറെ ആനക്കൂട്ടമുള്ള കാരണം ഇതാണോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ല. അപ്പം ഇന്നത്തെ ദൗത്യം ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ വീണ്ടും ഇതാരംഭിക്കും. ഇല്ല, രാവിലെ കുറച്ച് നേരത്തെ എത്തി ആനയൊന്ന് നിരീക്ഷിച്ചതിന് ശേഷം ബാക്കി ഇത് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ പറഞ്ഞിട്ട് ഈ തിക്കും തിരക്കും ഒന്ന് ഒഴിവാക്കാനും ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ന് തന്നെ ആന ഓടിയത് വേറെ വണ്ടികളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു. നമ്മുടെ ഫോറസ്റ്റിന് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ ഒരു പെട്ടെന്ന് ഈ ഡാട്ട് ചെയ്യുമ്പോഴും ആന എങ്ങോട്ട് ഓടുന്ന ഒരു ദിശയൊന്നും നമുക്ക് കണക്കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റിസ്ക് ഫാക്ടർ ഒന്ന് ഒഴിവാക്കാനായിട്ട് ഇത്രയും സ്റ്റാഫ് പല സ്ഥലങ്ങളിൽ നിന്ന് ഈ ഇതിലൊരു പബ്ലിക് റോഡായതുകൊണ്ട് ഈ ഗതാഗതം ഒന്ന് നിയന്ത്രിക്കാനുമായിട്ടുള്ള ഒരു ഡയറക്ഷൻ. വനം വകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് മയക്കുവെടി വെക്കാൻ എത്തിയിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പാണ് മസ്തകത്തിൽ മുറിവേറ്റ പഴുപ്പ് പുറത്തേക്ക് വരുന്ന നിലയിൽ ആനയെ കണ്ടെത്തിയത്. ജനം, തൃശൂർ.